പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർമ്മ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 92 സങ്കീർത്തനം, അതിന്റെ 12, 13, 14 വാക്യങ്ങൾ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ മനോഹരമായ, മാധുര്യമേറിയ, വളരെ ശ്രേഷ്ഠമേറിയ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്ന ആ വചന സാന്നിധ്യം. ഹല്ലേലൂയ! എത്ര സന്തോഷകരമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം വായിക്കുമ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാതെ, എൻ്റെ സങ്കടങ്ങൾ മറ്റാരോടും പറയാതെ വചനത്തെ ഞാനങ്ങ് സന്തോഷിക്കും. കാരണം ഒത്തിരി നമുക്ക് ആശ്വാസമാണ്. എന്നും നമ്മൾ വയ്യ, എന്നും നിരാശയാണ്, ദുഃഖമാണ്, നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷെ കർത്താവിനോട് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന പൗലോസ് പറഞ്ഞ ആ വാക്യം എന്നെ എപ്പോഴും ഓർപ്പിക്കാറാണ്. അതുകൊണ്ട് എപ്പോഴും ഈ സന്തോഷത്തോടെ വചനം പറയുന്നത്. നിങ്ങളത് സന്തോഷത്തോടെ കേൾക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരും ഒക്കെ ഉണ്ട്, എനിക്കറിയാം. എന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുള്ളതുകൊണ്ട് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതിൽ എല്ലാവരും സങ്കടങ്ങളും ബാധ്യതകളും കടങ്ങളും ഒക്കെ ആയിട്ട് കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകുന്നവരാണ്. അപ്പൊ ഞാൻ അവരോട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ആ വിളിക്കുന്ന സമയത്തെല്ലാം നിരന്തരം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ പ്രാർത്ഥനയുടെ എല്ലാവരുടെയും വിഷയങ്ങൾ ഞാൻ രേഖപ്പെടുത്തി വെക്കും. കാരണം എന്നെ പോലെ തന്നെ കഷ്ടം സഹിക്കുന്നവരാണല്ലോ പലരും. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുമെന്നുള്ളതാണ്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഒരു വലിയൊരു അഭിവൃദ്ധിയെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയും. രക്തചയം എന്ന് പറഞ്ഞ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം, നിങ്ങൾ ഉയരണം, വളരണം, വളർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ എന്നാണ് ദൈവം. അപ്പം വലിയൊരു അഭിവൃദ്ധി മാത്രമല്ല, കടബാധ്യതയില്ലാതെ നിങ്ങൾ പുഷ്ടി പ്രാപിച്ച് ജീവിക്കണം. കടബാധ്യതകളില്ലാതെ. ഒരു കടബാധ്യത എന്ന് പറയുന്നതിനെ മനുഷ്യനെ തകർക്കുന്ന ഒരു അനുഭവമാണ്. പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി, മക്കളുടെ ആവശ്യത്തിന് വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടി, വിവാഹ സ്ഥലം വാങ്ങാൻ, വീട് വാങ്ങാൻ, ബിസിനസ്സിന്, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ക്ഷീരമേഖലയ്ക്ക് വേണ്ടി പണമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ആളുണ്ട്. വളരെ സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പൊ അവിടെയും കർത്താവ് പറയുന്നത്, നിങ്ങൾ കടബാധ്യത ഇല്ലാതെ പുഷ്ടി പ്രാപിച്ച് ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വളരെ ദാരിദ്ര്യങ്ങൾ നിറയപ്പെട്ട അനവധി കുടുംബങ്ങളുണ്ട്. ദൈവഭവനത്തിൽ, ദൈവമക്കളുടെ കുടുംബത്തിൽ തന്നെ വളരെ ദാരിദ്ര്യം നിറയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഈ കാലത്ത് ദാരിദ്ര്യമുണ്ട്, നന്നായിട്ട് ദാരിദ്ര്യമുണ്ട് പ്രിയരെ. നന്നായിട്ട് ദാരിദ്ര്യമുള്ളവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും സമ്പൽ സമൃദ്ധിയിലല്ല. ഞാനത് പറയാൻ കാരണം ഞങ്ങളൊക്കെ നല്ല സാഹചര്യത്തിലൂടെ ചിലപ്പോൾ കഷ്ടം സഹിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നന്നായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ വലിയ പോരാട്ടങ്ങൾ കടന്നു വരാറുണ്ട്. വലിയ പോരാട്ടങ്ങൾ. നന്നായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ പുഷ്ടി പ്രാപിക്കണം ദൈവം പറയാം. വലിയ പോരാട്ടങ്ങൾ, വാഴ്ചകളും അധികാരങ്ങളും, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസനെ അടക്കം വലിയ പോരാട്ടങ്ങൾ, മാരകമായ രോഗങ്ങൾ, വ്യാധികൾ ഒക്കെ മനസ്സിനെ തകർക്കുന്ന സാഹചര്യങ്ങൾ. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ പുഷ്ടി പ്രാപിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പുഷ്ടി പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പുഷ്ടി പ്രാപിച്ചാൽ മാത്രമേ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ശക്തിപ്പെടാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമി വന്ന് തന്റെ 33 തിരുവയസ്സ് ജീവിതത്തിൽ 3.5 വർഷത്തെ തന്റെ പരിശുശ്രൂഷ. ഹല്ലേലൂയ. ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ കർത്താവിന് ഉണ്ടായിരുന്നല്ലോ. അവസാനം ഗത്സമന തൊട്ട് ഗോൽഗോത്ത വരെയുള്ള ആ പീഡ, ക്രൂശിലെ മരണം, അതിന്റെ നടുവിലും കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ
അഭിവൃദ്ധി പുഷ്ടി പ്രാപിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, കർത്താവിന് വേണ്ടി ശക്തമായി നിന്നു, കർത്താവിന്റെ പിതാവിന്റെ ശുശ്രൂഷ ചെയ്തു. നമ്മളും അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലർ പറയും, പാസ്റ്റർ അങ്ങനെയൊക്കെ പറയാൻ ഞങ്ങളല്ലേ അനുഭവിക്കുന്നു ചോദിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ അനുഭവിക്കുന്ന അതേ കഷ്ടതയിലൂടെ ഞാനും കടന്നു പോകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ കഷ്ടതയിലൂടെ അതേ പ്രതിസന്ധിയിലൂടെ ഒക്കെ ഞാനും കടന്നു പോകുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിൽ ഒരുവനായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ്? ആത്മീയമായി പുഷ്ടി പ്രാപിക്കണം, ജീവിതത്തിൽ തളർന്നു പോകരുത്. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നിങ്ങൾ ജീവിതത്തിൽ തളരരുതെന്ന് ദൈവം ആഗ്രഹിക്കുക. ഒരുപക്ഷെ ഇന്ന് നിന്റെ പരാജയമാണെങ്കിൽ, ഇന്ന് നിന്റെ കഷ്ടതയാണെങ്കിൽ, നാളെ നിന്നെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്റെ കടബാധകളെ തീർക്കുവാൻ, നിന്റെ പോരാട്ടങ്ങളെ മാറ്റുവാൻ, നിന്റെ മഹാവ്യാധികളെ മാറ്റുവാൻ, നിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ ഹല്ലേലൂയ എന്റെ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. രക്തം ചെയ്യും. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. മനുഷ്യർക്കെല്ലാം അസാധ്യമാണെന്ന് തോന്നിയാലും ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമെന്നില്ല. പക്ഷെ കേൾക്കുവാൻ ഒരുവനുണ്ട്, അത് യേശു കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞത്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാൻ തുടങ്ങും, തഴച്ചു വളരുവാൻ തുടങ്ങും. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ 92-ാം സങ്കീർത്തനം വലിയൊരു 12-ാമത്തെ വാക്യം വായിച്ചത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലും വളരുമെന്ന. ഒരുപാട് പേര് തെറ്റാശയത്തിലൂടെ ഈ വചനം വായിക്കാറുണ്ട്. പലരും പറയുന്നത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന. അല്ലേ? എല്ലാവരും പറയുന്നത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന. പക്ഷെ അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഇല്ല കേട്ടോ. നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയും പരിശോധിച്ച് നോക്കിക്കോ, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന് ഒരു ഭാഗത്തും എഴുതിയിട്ടില്ല. അല്ലേലിയ. നീതിമാൻ പന പോലെ തഴയ്ക്കുവാണ്. അല്ലേലിയ. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. അങ്ങനെ അല്ലെങ്കിൽ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ അല്ലെങ്കിൽ തഴയ്ക്കും. അപ്പൊ നിങ്ങളൊരു നീതിമാനായി നിന്നാൽ നിങ്ങൾ പന പോലെ തഴച്ചു വളരുന്ന ഒരനുഭവമുണ്ട്. അല്ലേലിയ. അതുകൊണ്ട് നീതിമാൻ പന പോലെ തഴയ്ക്കും എന്ന് പറഞ്ഞ വചനത്തെ ലോകമനുഷ്യരെടുത്തിട്ട് പറയുകയാണ് ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. അവർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. എവിടുന്നൊക്കെയോ കേട്ടിട്ട്, ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയോ ഘോഷത്തരം വിളിച്ചു പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് അല്ലേലിയ പെട്ടെന്ന് ഒരു മെസ്സേജ് ഞാൻ കണ്ടു, ദുഷ്ടൻ പല പോലെ തഴയ്ക്കുമെന്ന. അല്ലേലിയ. അതൊരു വിശ്വാസി എഴുതി വിട്ടത്. അപ്പൊ ഞാൻ ഓർത്ത് ആ വിശ്വാസിയുടെ അജ്ഞതയെ കുറിച്ച് എനിക്ക് മനസ്സിലായി. അങ്ങനെ വാക്യമില്ല കേട്ടോ, നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അല്ലയ്യ. അപ്പൊ ദുഷ്ടനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദുഷ്ടനെ കുറിച്ച് പറയുന്നത് പന പോലെ തഴയ്ക്കുമെന്നല്ല. ദുഷ്ടനെ കുറിച്ച് പറയുന്നത് 37-ാം സങ്കീർത്തനം അതിന്റെ 35-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും. ദുഷ്ടൻ എങ്ങനെ ഇരിക്കുന്നത്? പ്രബലനായിരിക്കുന്നു. അല്ല, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്നില്ല. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പം ദുഷ്ടൻ വളരെ പ്രബലനായിരിക്കും, എല്ലാ കാര്യത്തിലും പ്രബലനായിരിക്കും, വളരെ മുമ്പിലായിരിക്കും. സ്വദേശികമായ പച്ചവൃക്ഷം, നമുക്കറിയാം ഒരുപാട് പച്ചവൃക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ അവർ തഴയ്ക്കും. അല്ലേലിയ. സ്തോത്രം. തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് 37-ാം സങ്കീർത്തനം അതിന്റെ 36-ാം വാക്യം വായിക്കും കാണുന്നത്, പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. അപ്പൊ ഈ ദുഷ്ടം പ്രബലനായി സ്തോത്രം പ്രബലനായിരിക്കുന്നതും സ്വദേശികമായി പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും സങ്കീർത്തനക്കാരൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ മനുഷ്യൻ, സങ്കീർത്തനക്കാരൻ അതിലൂടെ പോയപ്പോൾ ഈ മനുഷ്യനെ പിന്നെ അവിടെ കാണാനില്ല. ദുഷ്ടന്റെ അധോഗതി. അതുകൊണ്ടാണ് പ്രിയരെ, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ അവൻ തഴച്ചിരുന്നാലും ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അവന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നീതിമാൻ പന പോലെ തഴയ്ക്കും. ദുഷ്ടൻ പ്രബലനായിരിക്കുകയും ചെയ്യും, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കും. പക്ഷെ പിന്നെ അത് അവിടെ ഉണ്ടാകുന്ന ഒരു അല്പായുസം.
എന്നാൽ നീതിമാന് ദീർഘായുസ, അവനാണ് പന പോലെ തഴയ്ക്കുന്നത്. ആ ഭാഗത്തും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കി പോകുമ്പോഴേ ഈ വാക്യങ്ങളിൽ നീതിമാന്റെ അഭിവൃദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്നു. പനയും ദേവദാരു വൃക്ഷവും വിജയത്തെയും ദാർഢ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. പന നേരെ മുകളിലേക്ക് വളരുന്നത് പോലെ ദൈവത്തിലെ ചിന്ത ഉയരത്തിലേക്കായിരിക്കണം. അല്ലെ, പന എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. എത്ര കാറ്റ് പിടിച്ചാലും കൊടുങ്കാറ്റ് വന്നാലും പനയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, പന എങ്ങും മറഞ്ഞു വീഴാറില്ല, കാറ്റിന് ആമി ഒടിഞ്ഞു വീഴാറില്ല. അത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കും നേരെ മുകളിലേക്ക്. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാറ്റും കോളും കൊടുങ്കാറ്റും നിന്റെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിച്ചാലും, ദാരിദ്ര്യങ്ങളും പോരാട്ടങ്ങളും മഹാവ്യാധികൾ കടന്നു വന്നാലും, അല്ലെങ്കിൽ നിന്റെ ജീവിതം താറുമാറായി എന്ന് നിനക്ക് തോന്നിയാലും, ബാധ്യത കൊണ്ട് നിനക്ക് തല ഉയർത്താൻ വയ്യാത്ത അനുഭവമായിരുന്നാലും, പന നേരെ മുകളിലേക്ക് തഴച്ചു വളരുന്നത് പോലെ നീ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് യഹോവയുടെ ആലയത്തിൽ നടുതലയായി നിന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ, നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. അപ്പം ദൈവങ്ങൾ എന്ത് ചെയ്യണം? മുകളിലേക്കുള്ള കാര്യം, ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിനും പറഞ്ഞത്. എവിടെ പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, മരുഭൂമിയിൽ വളരുന്ന ഈന്തപ്പന ഇളം പ്രായം മുതൽ 100-ലേറെ വർഷങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഈ മരുഭൂമിയിൽ വളരുന്ന ഈന്തപ്പന അത് 100 വർഷത്തിലേറെ വളരുമെന്ന്. അത് ചെറുപ്രായം തൊട്ടേ ഫലം കൊടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ വിശ്വാസിയും പ്രായമേറിയാലും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്ന സമയം തൊട്ട്, ആ മനുഷ്യന്റെ കർത്താവിൽ നാളുള്ള വീണ്ടും ജനം തൊട്ട് പ്രായമേറിയാലും കർത്താവിന് വേണ്ടി ഫലം കൊടുത്തുകൊണ്ടിരിക്കണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവിന് വേണ്ടി ഉണരണം. പ്രാർത്ഥനയിലായിരുന്നാലും, ആരാധനയിലായിരുന്നാലും, കൂട്ടായ്മയിലായിരുന്നാലും, ദൈവത്തിന് കൊടുക്കുന്നതിലായിരുന്നാലും, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തമായി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പൊ ലെബാനോനിലെ ദേവദാരു 1000-ലധികം വർഷം ആയുസ്സുള്ള വർഷമാണ്. ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത് പനയെക്കാട്ടിൽ, പന 100 വർഷമാണെങ്കിൽ ദേവദാരു 1000 വർഷം വളരുമെന്നാണ്. ഹല്ലേലൂയ. 1000 വർഷം അല്ലെ ആയുസ്സുള്ള വൃക്ഷമാണ്. നീതിമാനും ദീർഘായുസ്സുള്ളവനായിരിക്കണം. അപ്പൊ നീതിമാൻ എന്ത് ചെയ്യണം? ലെബാനോനിലെ ദേവദാരു 1000 വർഷം ആയുസ്സുള്ളതുപോലെ ഓരോ നീതിമാനും ഓരോ ദൈവഭക്തനും ദീർഘായുസ്സുള്ളവനായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഭവനത്തിലും കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ വ്യക്തിയോടും പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ രോഗികളെ നമ്മൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആശ്വാസത്തിനായി നമ്മൾ ദൈവത്തോട്, കർത്താവേ, ഈ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ, ഈ മനുഷ്യന്റെ രോഗത്തെ ശമിപ്പിക്കണമേ, ഈ രോഗത്തെ സൗഖ്യമാക്കണമേ, ഈ രോഗത്തിന്റെ ശരീരത്തിൽ നിന്ന് ഈ ജനം പുറത്തു വരട്ടെ, ഈ മനുഷ്യൻ ദീർഘായുസ് കൊടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ലെബാനോനിലെ ദേവദാരു 1000 വർഷം, ഹല്ലേലൂയ, അതിന് ആയുസ്സുള്ളതുപോലെ ഓരോ വിശ്വാസിയും നീതിമാനും ദീർഘായുസ്സോടുകൂടി ഇരിക്കണമെന്നാണ് ദൈവത്തിന് പറയുന്നത്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ മഹാവ്യാധികൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, കടബാധകൾ മാറ്റി കർത്താവ് നിന്നെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ഹല്ലേലൂയ, ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്ന് വചനം വായിക്കുന്ന പോലെ ദുഷ്ടനല്ല പന പോലെ തഴയ്ക്കാൻ പോകുന്നത്. നീതിമാനായ ദൈവത്തിന്റെ മക്കൾ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തിന് നിൽക്കുന്നെങ്കിൽ അവൻ പന പോലെ തഴയ്ക്കും. മാത്രമല്ല, ദേവദാരുവിനുള്ള ആയുസ് പോലെ നീതിമാന്റെ ആയുസ് വർദ്ധിപ്പിച്ച് ദൈവത്തെ രക്തം ചെയ്യും. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് നിന്റെ അല്ലലുകളെല്ലാം മാറാൻ പോകും. നിന്റെ സങ്കടങ്ങളെല്ലാം മാറി, നിന്റെ ദുഃഖങ്ങൾ മാറി, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, കണ്ണുനീർ മാറാത്ത ജീവിതമാണോ? കണ്ണുനീർ ധാരധാരെ ഒഴുകുന്ന അനുഭവമാണോ? കണ്ണുനീരിൽ കുളിച്ച രാത്രികളാണോ? കണ്ണുനീരിൽ കുളിച്ച പകലുകളാണോ? ജീവിതത്തിനൊന്ന് ആശ്വസിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് തേങ്ങലാണോ നിനക്ക്? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ നിന്നെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പോവുക. നിന്റെ ദൈവം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പോവുക. ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ ഇടപെടുന്ന ദൂത
ഹല്ലേലൂയ. ചിലർക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ശക്തമായിട്ട് ഇടപെടുന്ന ദൂത ദൈവം നിന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പൊ ലെബാനോനിലെ ദേവദാരു പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ദീർഘായുസ്സുള്ളവരായിരിക്കണം. അപ്പം ദുഷ്ടൻ പല പോലെ തഴയ്ക്കും എന്നാണ് അവിശ്വാസികൾ പറയുന്നത്. ദുഷ്ടൻ പല പോലെ തഴയ്ക്കുമെന്ന് അവിശ്വാസികളാണ് പറയുന്നത്. ദൈവഭക്തന്മാർ അങ്ങനെ പറയത്തില്ല. അവിശ്വാസികൾ, ദൈവത്തെ അറിയാത്തവൻ, ജാതികൾ, രക്ഷിക്കപ്പെടാത്തവൻ, വീണ്ടെടുക്കപ്പെടാത്തവൻ, ഈ മദ്യമയക്കുമരുന്നുകൾ കടിമയായവൻ, ലോകജീവിതം നയിക്കുന്നവൻ, ദുർനടപ്പുകാരൻ, അസത്യവാദികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, അങ്ങനെയുള്ള അഭക്തന്മാരുടെ കൂട്ടം പറയും ദുഷ്ടൻ പല പോലെ തഴയ്ക്കുന്നു. അത് അവരിവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന വാക്യമാണ് കേട്ടോ. പക്ഷെ സത്യവേദ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യമാണ് ദുഷ്ടൻ പല പോലെ തഴയ്ക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവിശ്വാസികൾ അങ്ങനെ വിചാരിക്കും. അപ്പൊ ദുഷ്ടന്മാരുടെ പെട്ടെന്നുള്ള വളർച്ച കണ്ടുകൊണ്ടാണ് ഈ അവിശ്വാസികൾ പറയുകയും ചെയ്യുന്നത്. ഈ ദുഷ്ടന്മാരൊക്കെ പെട്ടെന്ന് വളർച്ച പ്രാപിക്കും. നമുക്കറിയാം, പലിശയ്ക്ക് കൊടുക്കുന്നവരെ, ബ്ലേഡ് കൊടുക്കുന്നവരെ കണ്ടില്ല. അവർ കൊള്ള പലിശ വാങ്ങി ചിലപ്പോൾ അഴിമതിക്കാര്, കരിഞ്ചന്തക്കാര്, പൂഴ്ത്തിവെപ്പുകാര്, കൈക്കൂലിക്കാരൊക്കെ പെട്ടെന്ന് വളരുമെന്നേ. പിടിച്ചുപറിക്കാരും ഒക്കെ വളരെ പെട്ടെന്ന്, മോഷ്ടാക്കളെ ഒരുപാട് വളരും. കുറെ അധികാര വർഗങ്ങളെ നോക്കിയ കൈക്കൂലി കൊണ്ട് നിറയപ്പെട്ട്, അഴിമതി കൊണ്ട്, കരിഞ്ചന്തുകൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്ന അവരൊക്കെ പെട്ടെന്ന് പനപോലെ താഴേക്കും. എത്രയോ ഭരണ സംവിധാനങ്ങൾ ഇരുന്നവർ, എത്രയോ രാഷ്ട്രീയക്കാരാണ്, എത്രയോ ജനങ്ങളാണ് ദുഷ്ടന്മാർ പനപോലെ തഴച്ച് വന്നിട്ട് പിന്നെ അത് തകർന്ന് തരിപ്പണമായത്. അപ്പൊ അവിശ്വാസികൾ അമ്മ കാണുമ്പോൾ ദുഷ്ടൻ ഇങ്ങനെ വളരുന്ന കാണുമ്പോൾ അവൻ പറയും ദുഷ്ടൻ പനപോലെ വഴിക്കുന്നു. അത് ശരിയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെ വാക്കിയില്ല. അവിടെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ, ഒരു ദൈവഭക്തൻ ഒരിക്കലും ദുഷ്ടൻ പനപോലെ തഴയ്ക്കുമെന്ന് പറയരുത്. നീതിമാനാ പനപോലെ തഴയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, പക്ഷെ ദുഷ്ടൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുമെന്ന് നമ്മൾ വായിച്ചു. സങ്കീർത്തനം 37:35 വായിച്ചു. ഹല്ലേലൂയ, പ്രൈസ്. അവർക്ക് ദീർഘായുസ്സില്ല. ദുഷ്ടന് ദീർഘായുസ്സില്ല. എപ്പോഴും അവന്റെ നന്മകൾ അപഹരിക്കപ്പെടാം. എപ്പോഴും അവന്റെ നന്മകൾ ചോർന്നു പോകാം. ഹല്ലേലൂയ. അപ്പൊ എന്നാൽ നീതിമാൻ വാർദ്ധക്യത്തിലും ഈന്തപ്പനയെ പോലെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നീതിമാൻ എന്ത് ചെയ്യും? വാർദ്ധക്യത്തിലും ഈന്തപ്പനയെ പോലെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, കഴിഞ്ഞൊരു ദിവസം എന്നെ കേൾക്കുന്ന സഹോദരൻ, കഴിഞ്ഞൊരു ദിവസം എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് വളരെ കണ്ണുനീരോടെ പറഞ്ഞത്, പാസ്റ്റർ എനിക്കൊരു സഹായം ആവശ്യമാണ്. ഞാനൊരു അപേക്ഷയായിട്ടാണ് പാസ്റ്റർ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വളരെ ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താണ് ഞാൻ കേൾക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് എനിക്ക് തല ഉയർത്തുവാൻ കഴിയില്ല പാസ്റ്റർ, ജീവിക്കാൻ ഒരു മാർഗവുമില്ല പാസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ. പാസ്റ്റർ മെസ്സേജ് കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് അത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് വളരെ പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ വചനം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിനോട് എനിക്ക് സമാധാനമുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റാൻ പോവുകയാണ്. യഹോവയുടെ ആലയത്തിൽ നടുതലയായി നിൽക്കാൻ നിനക്ക് കഴിയുമോ? യഹോവയുടെ ആലയത്തിൽ വിശുദ്ധിയോടുകൂടി നിൽക്കാൻ കഴിയുമോ? യഹോവയുടെ ആലയത്തിൽ ജീവിതം സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ ദൈവം നിന്നെ തഴച്ച് വളരും. നീതിമാൻ പന പോലെ തഴയ്ക്ക്, ലെബാനോ ദേവദാരു പോലെ വളരും. ആ വിധത്തിലേക്ക് നിന്റെ കുടുംബത്തെ ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷമായി. അപ്പൊ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. കാരണം വളരെ കരഞ്ഞ നിലവിളിയോട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരു ആശ്വാസത്തിന്റെ വചനങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും. ഹല്ലേലൂയ. ഒരുപക്ഷെ മരണത്തിന് മുമ്പിൽ ഇരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. എങ്ങനെ മരണത്തെ അഭിമുഖീകരിച്ച പലരെ എനിക്കറിയാം. മരണത്തെ അഭിമുഖീകരിച്ച് മതി എന്ന് പറഞ്ഞവരെ എനിക്കറിയാം. ജീവിതം മതി, ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ പലരെ അറിയാം. അങ്ങനെയുള്ളവരൊക്കെ ഹൃദയങ്ങളിൽ ദൈവവചനം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവവചനം ചെന്ന് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർ ജീവിതത്തിൽ നേരിട്ട ദാരിദ്ര്യങ്ങളും പോരാട്ടങ്ങളും ദൈവം എടുത്തു മാറ്റിക്കളഞ്ഞു. അവർക്ക് ദൈവം അഭിവൃദ്ധി കൊടുത്തു. അവരുടെ കടബാധ്യതകൾ മാറിപ്പോയി. ഹല്ലേലൂയ. ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന പല വീട്ടുകാരും ആ ജപ്തി നടപടികളിൽ നിന്ന് മോചിതരായി മാറിയ സംഭവമുണ്ട്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് എന്നെ വിടുവിക്കാൻ കഴിയും. ദൈവത്തിന് എന്നെ സ്വതന്ത്രമാക്കാൻ കഴിയും. ഹല്ലേലൂയ. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ.
മക്കളുടെ ജീവിത രീതി കണ്ട്, മക്കളുടെ പോക്ക് കണ്ട്, മക്കളുടെ ജീവിതം കണ്ട് മാറ്റപ്പെടുന്ന ചില മാതാപിതാക്കളുണ്ട്. വളരെ കഷ്ടതയറിവ്, വേദനയറിവ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുമല്ലോ, ചില മക്കളൊക്കെ നന്നായിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു ഐശ്വര്യം തരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു അഭിവൃദ്ധി തരുവാൻ, അല്ല ആമി മരുഭൂമിയിലെ ഈന്തപ്പന പോലെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു അനുഭവം, ലെബാനൂരിലെ ദേവദാരു പോലെ ദീർഘായുസനൊക്കെ തന്ന് നീതിമാൻ പന പോലെ തഴയ്ക്കുന്നു എന്ന് പറഞ്ഞില്ലേ, നിനക്ക് ഉയരങ്ങളിൽ നിന്നുള്ള ആമി ചില നന്മകളെ ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് കർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും. ദൈവാശ്രയം ഇല്ലാതെ വന്നാൽ നമ്മൾ തകരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പുഷ്ടി പ്രാപിക്കാനായി എല്ലാവരും ആഗ്രഹിക്കുന്നു. പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് സ്വാഭാവികമായി എല്ലാവർക്കും ഉള്ളതാണ്, പുഷ്ടി പ്രാപിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ആരാണ് പുഷ്ടി പ്രാപിക്കുന്നത്? കർത്താവിന്റെ ആലയത്തിൽ ഉറച്ചിരിക്കുന്നവർ. നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ, യഹോവയുടെ ആലയത്തിൽ നടുതലയായിരിക്കുന്നവർക്ക്, ദൈവാലയത്തിൽ ഉറച്ചിരിക്കുന്നവർക്ക്, ദൈവവചനം അനുസരിക്കുന്നവർക്ക് മാത്രമേ പുഷ്ടി പ്രാപിക്കാൻ കഴിയുള്ളൂ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലേ? അത് നിലനിൽക്കുന്നതാകട്ടോ. ദൈവം നമുക്ക് തരുന്നതെല്ലാം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞ ആർക്കാണ് ഈ പുഷ്ടി പ്രാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വേദപുസ്തകം സങ്കീർത്തനം എഴുതുമ്പോൾ അതിന്റെ 1-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചത്, ആമീൻ, ദുഷ്ടന്മാരുടെ ആത്മനപ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലമായി ഇരമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ സങ്കീർത്തനത്തിൽ ആദ്യം തന്നെ ശക്തമായൊരു ദൂതാണ് തരുന്നത്. ദൈവത്തിന്റെ ആലയത്തിൽ, യഹോവയുടെ ആലയത്തിൽ ഇരുന്ന, നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന്റെ അടുത്തലയായി പുറപ്പോടുകൂടി ഉറച്ചിരുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുത്ത്, കർത്താവിന്റെ ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുത്ത് വചനം ധ്യാനിക്കുന്നവൻ, വചനത്തിൽ നിലനിൽക്കുന്നവൻ, വചനത്തിൽ ഉറപ്പുള്ളവൻ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവൻ, അങ്ങനെയുള്ള നീതിമാന്മാരെ ദൈവം പല പോലെ തഴയ്ക്കുമാറാക്കും. അവന്റെ നന്മ, അഭിവൃദ്ധി എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. കുടുംബത്തിന്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റാതെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ എല്ലാ അവസ്ഥകളും ദൈവം ഇപ്പോൾ തന്നെ മാറ്റും. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ച് യഹോവയുടെ ആലയത്തിൽ നടുതലയായി ഇരിക്കുവാൻ നിനക്ക് കഴിയണം. നമ്മുടെ സങ്കീർത്തനക്കാരൻ ആദ്യത്തിനും കാലത്തിന് പറയാ, ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസികളുടെ ജീവിത സാഹചര്യങ്ങളിലും നീ പോകരുത് എന്ന് പറഞ്ഞാൽ വചനം പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പാപത്തിന്റെ പുരോഗതി ശ്രദ്ധിക്കുക. പാപത്തിന്റെ പുരോഗതി എന്താണ്? നടക്കുക, നിൽക്കുക, ഇരിക്കുക. അപ്പൊ ദുഷ്ടന്മാരുമായുള്ള എല്ലാവിധ ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവരായിരിക്കണം. ദുഷ്ടനും പാപിയും പരിഹാസിയും എന്നുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, അവരുമായിട്ട് സംസർഗം പാടില്ല, അവരുമായിട്ട് ക്രയവിക്രയം പാടില്ല, അവരുമായിട്ട് കൊടുക്കവാങ്ങൽ പാടില്ല. ദുഷ്ടനും പാപിയും പരിഹാസിയോട് കൂടി നമ്മൾ നടന്നാൽ നമ്മൾ ചതിക്കപ്പെടും. അതുകൊണ്ടാണ് മാറി നിൽക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കണം, അവരോട് ചേർന്ന് പോകരുത്. നിർഭാഗ്യവാന്മാരായി തീരരുത്. നമ്മള് നിർഭാഗ്യവന്മാരായി തീരരുത്. അപ്പൊ 3 തരം ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത്. ദുഷ്ടൻ, പാപി, പരിഹാസി. ദുഷ്ടൻ നടക്കുന്നു, പാപി നിൽക്കുന്നു, പരിഹാസി ഇരിക്കുന്നു. ദുഷ്ടൻ പാപികളോടുകൂടി നടന്ന് പരിഹാസികളോടുകൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ നിന്ന് വിടുവിക്കണം. അപ്പം ദുഷ്ടൻ പാപികളോടുകൂടെ നടന്ന് പരിഹാസികളോടുകൂടെ ഇരിക്കുന്ന അവസ്ഥ മാറി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ നടുതലയായി മാറണം. ഹല്ലേലൂയ. നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ നടുതലയായി മാറി നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കുവാൻ വേണ്ടിയിട്ട് നീ നിന്റെ കുടുംബം ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
നിന്റെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നിന്റെ മക്കളെ തൊട്ട് നീ പ്രാർത്ഥിക്കണം. നിന്റെ മക്കളെ ശിരസിനെ നിന്റെ മക്കളെ തൊട്ടിട്ട് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ്, എന്റെ മക്കൾ, അങ്ങെനിക്ക് തന്ന മക്കൾ, ഹല്ലേലൂയ, അവർ ദൈവത്തിന്റെ ആലയത്തിൽ യഹോവയുടെ നടുതലയായി വളരണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങൾ തഴയ്ക്കും. ഇവൻ നീതിമാനെ പോലെ, നീതിമാൻ പന പോലെ തഴയ്ക്കും എന്ന് പറഞ്ഞ ദേവദാരു പോലെ വളരുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, എന്റെ മക്കൾ വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ചുകൊണ്ട് അവന് ദീർഘായുസ് കൊടുക്കണം. എന്റെ കുഞ്ഞിന്റെ സ്ഥിതിക്ക് മാറ്റം കൊടുക്കണം. ദുഷ്ടരോടും പാപിയോടും പരിഹാസയോടും ചേർന്ന് നടക്കും ഇടയാകാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ പകൽ ധ്യാനിച്ച് അവൻ ദൈവത്തോട് അടുത്ത് നടക്കുന്ന ഒരു ജീവിതമായിരിക്കണമെന്ന് നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഏരിയ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് കടന്നു പോകുമ്പോൾ രാവിലെ നിന്റെ ഭർത്താവിനെ നീ എഴുന്നേൽപ്പിച്ച് കാപ്പി കൊടുത്ത് ചായ കൊടുത്ത് രാവിലത്തിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, രാവിലെ എന്റെ ഭർത്താവ് വീട് വിട്ട് ജോലിക്ക് പോകുന്നു, മടങ്ങി വരുന്നവരെയും ദുഷ്ടനോടും പാപിയോടും പരിഹാസികളോടും കൂടെ ഇരിക്കരുത്. ദുഷ്ടൻ അല്ലെങ്കിൽ പാപികളോടും കൂടെ നടന്ന പരിഹാസികൾ ഇരിപ്പെടുത്തി പോകുന്നത് പോലെ എന്റെ ഭർത്താവ് അങ്ങനെ പോകാതെ രാവിലെ പോയതുപോലെ തന്നെ ചിരിക്കുന്ന മുഖമായി സന്തോഷത്തോടെ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ മാതാപിതാക്കളും സന്തോഷം അനുഭവിക്കത്തക്ക വരിയിൽ എന്റെ ഭർത്താവിനെ സൂക്ഷിക്കണമെന്ന് ഭാര്യ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവും അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ, നമ്മുടെ യഹോവയുടെ ആലയത്തിൽ നട്ടുതലയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കണം. പച്ച വെച്ച് പുഷ്ടിപിടിച്ച് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കണം കർത്താവിന് വേണ്ടി. നിങ്ങളെ കാണുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്നവർ, നിങ്ങളെ അറിയുന്നവർ, ഹല്ലേലൂയ, നിന്റെ വളർച്ചയെക്കുറിച്ചും നിന്റെ അനുഭവത്തെക്കുറിച്ചും നിന്റെ ജീവിതത്തെക്കുറിച്ചും ഹല്ലേലൂയ അവർക്ക് ബോധ്യപ്പെടണം. ക്രിസ്തുവിന്റെ സാക്ഷ്യമായി നിൽക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഉടഞ്ഞു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ഉടഞ്ഞ കുപ്പിയെ പോലെ ചേർത്ത് പണിയാൻ പറ്റാത്തതുപോലെ ചേർത്ത് പോകാൻ കഴിയാത്ത ഒരു ഉടഞ്ഞ കുപ്പി ആയിരിക്കുന്നത് പോലെ ആകുവാൻ ദൈവം നിന്നെ ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നീ ആത്മീയമായി പച്ചപിടിച്ചും പുഷ്ടിവെച്ചും കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചും നിന്റെ കുടുംബത്തിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് സഹോദര സസ്യ യേശു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് നിനക്ക് വേണ്ടി ജീവൻ വെച്ച് തന്നത്. നിന്നെ ആത്മീയ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതം താറുമാറായ അനുഭവമായിരുന്നാലും അതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവിക കൂട്ടായ്മയോട് ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നെങ്കിൽ, യേശുവിനെ അനുഗമിക്കാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതികളെ ദൈവം മാറ്റി എഴുതും. ഹോശയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അത് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്തിന്റെ അനുഭവം തരുന്നു. അതല്ലേലിയ. ഒരു പക്ഷെ ഇന്ന് ഉണങ്ങി വരണ്ട അനുഭവമായിരിക്കും. ഉണങ്ങി വരണ്ട അനുഭവത്തിലായിരിക്കും നീ കടന്നു പോകുന്നത്. ആരും ഒരു സഹായമില്ലാതെ, ആശ്വാസമില്ലാതെ, ആരുടെ സ്നേഹമില്ലാതെ, എല്ലാവരും ഒറ്റപ്പെട്ട് തള്ളപ്പെട്ട ജീവിതമായിരിക്കും നിനക്കുള്ളത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, നിന്നെ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയാക്കി വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെഴുതാൻ ദൈവം ആഗ്രഹിക്കുക. ലോകം നിനക്കെതിരെ വിധി എഴുതുന്നത്, ലോകം നിനക്കെതിരെ പറഞ്ഞ കമ്മിറ്റികൾ, നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവർ, നിന്റെ നാശം കാണാൻ ആഗ്രഹിച്ചവർ, നിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിച്ച പലരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, നിന്റെ തലമുറ ഇല്ലായ്മ, നിന്റെ നന്മയ്ക്ക് തടസ്സമായി ദുഷ്ടനും പാവി പരിഹാസി ഒന്നടങ്കം എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ, അതിന്റെ മുമ്പിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെയോ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോകുക. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്ന് പറഞ്ഞതുപോലെ ദൈവം നിനക്ക് പുതിയ അനുഭവത്തെ തരാൻ പോകുക. ദൈവം നിനക്ക് പുതിയ നന്മകൾ തരാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലെ കരപടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് രാമേൻ പറഞ്ഞാട്ട്, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനെതിരെയുള്ള ബന്ധനങ്ങളെ ദൈവം പകൽ അഴിച്ചുവിടാൻ പോകുക. നിന്റെ തലമുറയോട് ആവരിക്കുന്ന ബന്ധനത്തെ ദൈവം പകൽക്കാൽ അഴിച്ചുവിടാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നീതിയുടെ കരം വെളിപ്പെടുത്താൻ പോകുക.
ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. യേശുവിനെ വിശ്വസിക്കണം. രക്തജയം. നിങ്ങൾ ആരെയും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹപ്രമാണി പറഞ്ഞു, ആമേ കാരാഗൃഹപ്രമാണി ചോദിച്ചൊരു വാക്കുണ്ട്, യജമാനന്മാരെ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? പൗലോസ് മറുപടി പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അതെ, കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിക്കുന്നെങ്കിൽ നീ നിന്റെ കുടുംബവും അവൻ രക്ഷ പ്രാപിക്കും. യോശുവയെ പോലെ ചങ്കൂറ്റത്തോടെ വെല്ലുവിളിച്ചു പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് നിനക്ക് വെല്ലുവിളിച്ചു പറയാൻ കഴിയും. അതെ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദിവസമാ, നിന്റെ കണ്ണുനീരിനെ മാറ്റിക്കളയുന്ന ദിവസമാണ്, നിന്റെ സങ്കടത്തെ മാറ്റിക്കളയുന്ന ദിവസമാ. ദേശത്തിന്റെ കൂലികളിൽ നിന്നെ വിടിവിച്ച്, ദേശത്തിന്റെ അന്ധകാരനെ വിടിവിച്ച് നിന്റെ കുടുംബത്തിന്റെ കൂലികളിനെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം പകർന്ന് നീ ദൈവത്തിന്റെ ആലയത്തിലെ നട്ടുതടിയായി ദൈവം നിന്നെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മാതാവി പിതാവി രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. രക്തം ചെയ്യും. നീ ദൈവത്തെ വിശ്വസിക്കണം, യേശുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അഭിവൃദ്ധിയുടെ വഴിയെക്കുറിച്ച് സങ്കീർത്തനക്കാരന്റെ ആദ്യ സംഘത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ സങ്കീർത്തനക്കാരന്റെ അഭിവൃദ്ധി ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ആട്ടിടയനായിരുന്ന, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയ ചെറുക്കൻ ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതം കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങൾ കൊണ്ടും കണ്ണുനീര് കൊണ്ടും നിറയപ്പെട്ടതായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ താൻ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ, യഹോവയായ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായിരിക്കുവാൻ ദാവീദിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവായി മാറ്റി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേലിന്റെ മധുര ഗായകൻ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെന്നൊക്കെ പിന്നീട് ആ ഭക്തനെ കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യം രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപക്ഷെ ദാരിദ്ര്യം കൊണ്ട് ഒരു കുടുംബം കഷ്ടം സഹിക്കുന്നുണ്ടായിരിക്കാം. സാമ്പത്തികമായി ഒന്നും കാണത്തില്ല, എങ്ങൊന്നും ആരും സഹായിക്കാൻ നിന്റെ പേഴ്സിൽ ഒരു രൂപ പോലും കാണണമെന്നില്ല, നിന്റെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും കാണണമെന്നില്ല. മുമ്പ് നിന്നെ കണ്ടവരൊക്കെ, മുമ്പ് നിന്നെ സ്നേഹിച്ചവരൊക്കെ മാറിപ്പോയേക്കാം. ആരിൽ നിന്നും ഒരു സഹായം നിനക്ക് ലഭ്യമല്ലാതിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിച്ച്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ നീ ധ്യാനിക്കുന്ന എന്റെ ജീവിതത്തിനകത്ത് ദൈവം പുതുവഴികളെ തുറക്കും. ഹല്ലേലൂയ. മരുഭൂമിയിലെ ഈന്തപ്പന ഫലം കൊടുക്കുന്നത് പോലെ എന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ദൈവത്തിന് പ്രസംഗിക്കുമ്പോൾ ഞാൻ വലിയ ധനാടിനോ വലിയ മുതലാളിയോ വലിയ സമ്പന്നോ കോടീശ്വരനൊന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണ് ഞാൻ. ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ സാധാരണക്കാരനായിരിക്കും ഒരു വിശ്വാസി, നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു വിശ്വാസി നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ വേല ചെയ്യുന്നതിന്റെ ഈ വലിയ ദാരിദ്ര്യങ്ങളും പോരാട്ടങ്ങളും പോരുകളും പ്രതിസന്ധികളും ജീവിതത്തിനെ ആഞ്ഞടിക്കാറുണ്ട്. കൊടുക്കാറ്റ് പോലെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്? തളരുകയല്ലേ ചെയ്യുന്നത്. അവിടെ നെടുമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ സ്ഥിതിക്കൊരു മാറ്റം തരണമേ, ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റണമെന്ന് ദൈവത്തോട് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ആശ്വാസത്തിന്റെ വചനങ്ങൾ തന്ന് നിറയ്ക്കുവാൻ തുടങ്ങും. ജീവിത സന്തോഷത്തിലേക്ക് വരും. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയും, നീ യഹോവയുടെ ആലയത്തിൽ നടുതലയാ. നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ തഴയ്ക്ക് നീ എന്തിനു ഭാരപ്പെടുന്നു ദൈവം ചോദിക്കാറുള്ളതേ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, നീ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയാ. ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചതാ. നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ, നിന്റെ ദൈവത്തിന്റെ ആലയത്തിൽ നീ തഴയ്ക്കും. ദേശത്തിൽ വളരും, അഭിവൃദ്ധി പ്രാപിക്കും. നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ തലമുറ രക്ഷപ്പെടും, നിന്റെ ഭർത്താവ് രക്ഷപ്പെടും, നിന്റെ ഭാര്യ രക്ഷപ്പെടും, നിന്റെ സ്ഥിതികളെല്ലാം മാറും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി നല്ല ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന സഹോദരങ്ങളോട് പറയട്ടെ, സഹോദരന്മാരോട് പറയട്ടെ, അത് നിന്റെ കണ്ണുനീര് ദൈവം മാറ്റാൻ പോകുക. ഏറ്റവും ശ്രേഷ്ഠമായ ചില ജോലിയിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോകുക. നിനക്ക് നല്ല നിയമനങ്ങളെ ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ കഷ്ടപ്പാടുകൾ മാറാൻ പോകുക, നിന്റെ കടബാധകൾ മാറാൻ പോകുക. ലക്ഷങ്ങൾ മുടക്കി, ലക്ഷങ്ങൾ കടം വാങ്ങി വിദേശത്ത് പോയിട്ട് വേണ്ട പോലെ വളരുവാൻ കഴിയാതെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ജനരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ സ്ഥിതികളെ ദൈവം ഒന്ന് മാറ്റാൻ പോകുക. ദൈവത്തിന്റെ ആലയത്തിന്റെ നടുതലയായി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നീ തഴയ്ക്കും എന്ന് പറഞ്ഞ ദൈവം നിന്നെ ലെബാനൂരിലെ ദേവദാരു പോലെ ദീർഘായുസ് തന്നാണ്. നിന്റെ സ്ഥിതികൾക്ക് മാറ്റം ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്.
കഷ്ടം സഹിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, വേദനപ്പെടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എനിക്ക് തോന്നുന്ന എന്നെ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന, എന്നോട് കൂടുതൽ സംസാരിക്കുന്നവരെല്ലാം ജീവിതത്തിൽ ക്ലേശങ്ങളുള്ളവരാ, പ്രതിസന്ധികളുള്ളവരാ. അവരെ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ട്. കാരണം ഹല്ലേലൂയ, കഷ്ടപ്പെടുന്നവനാണല്ലോ ഒരു ആശ്രയം ആവശ്യം. ഹല്ലേലൂയ, നൊമ്പരപ്പെടുന്നവനാണല്ലോ ഒരു ആശ്രയം ആവശ്യം. ഹല്ലേലൂയ, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നവനാണല്ലോ ഒരു ആശ്രയം ആവശ്യം. ഹല്ലേലൂയ, എല്ലാം ഉള്ളവർക്ക് ഒന്നിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. നമുക്ക് അന്വേഷിക്കേണ്ട. പക്ഷേ നൊമ്പരപ്പെടുന്നവന്റെ ഹൃദയവേദനയുള്ള ഹൃദയ ദുർക്കത്തെ അറിയുന്നു യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പിതാവേ, ശ്രോതാവേ, സഹോദര സൗരി, സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ്. നാളുകളായി നീ ഒരു ജോലി അന്വേഷിച്ച് നടക്കുക. നാളുകളായി നീ ജോലിക്ക് പല ഓഫീസുകൾ കയറി ഇറങ്ങി, പല വാതിലുകൾ നീ മുട്ടി നോക്കി, പലരുടെ മുമ്പിൽ നിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആരും നിന്റെ മുഖം ഗമനിച്ചില്ല, ആരും നിനക്കൊരു ജോലി തന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് മുന്നോട്ട് പോകുന്ന സഹോദരി സഹോദരാ, ഹല്ലേലൂയ, നീ ദൈവത്തിൽ ആശ്രയിച്ചു കൊടുക്കുക. ദൈവത്തെ സഭയോട് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്ക്. ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. അവൻ അത്ഭുതം മന്ത്രിയാ. യേശുവിന്റെ അത്ഭുത മന്ത്രിയാ. അവൻ അത്ഭുതം ചെയ്യുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കർത്താവിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരു മനുഷ്യൻ, ഒരു ദൈവദാസൻ ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ ചെല്ലുകയാണ്. അപ്പൻ ഒരിക്കൽ സാധനം വാങ്ങുവാനായി ഒരു പീടികയിലേക്ക് പോയപ്പോൾ അവിടെ യഹോവയുടെ ആലയത്തിൽ യഹോവയിൽ ആശ്രയി പുഷ്ടി പ്രാപിക്കുന്നെന്ന് ദൈവവചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുവന്ന് ഞാൻ അത് വായിക്കുകയായി. ഹല്ലേലൂയ, അതേക്കുറിച്ച് വേറെ വചനം വായിച്ചപ്പോൾ മനസ്സിലായത് ഹല്ലേലൂയ, സദൃശവാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. സദൃശവാക്യം 28-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നതിനെ പുഷ്ടി പ്രാപിക്കുന്ന. അപ്പൊ ഈ കടയിൽ ഇങ്ങനെ എഴുതി യഹോവയിൽ ആശ്രയം പുഷ്ടി പ്രാപിക്കും. ആ കടയിൽ സാധനം വാങ്ങാൻ ചെന്ന ഉപദേശിച്ച് പാസ്റ്റർ ചോദിച്ചു, എന്താണ് സാറേ ഈ കടയിൽ ഇങ്ങനെ എഴുതി വെച്ച് യഹോവയുടെ ആശ്രയം പുഷ്ടി പ്രാപിക്കുമെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു, കട തുടങ്ങുമ്പോൾ എനിക്ക് മാർഗമില്ലായിരുന്നു, അങ്ങനെ ചിന്ത പോലും ഇല്ലായിരുന്നു, അതിനൊരു കഴിവില്ലായിരുന്നു, പ്രാപ്തിയില്ലായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ദുഃഖത്തിലൂടെയാണ് ജീവിച്ചത്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തിൽ നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, എനിക്ക് കഴിവില്ല, കഴിവ് കെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാത്തിനും മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി എന്റെ ജീവിതം പോലും തകർന്ന അവസരത്തിലാണ് ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു, യഹോവയിൽ ആശ്രയിക്കുന്നവർ പുഷ്ടി പ്രാപിക്കുമെന്ന്. ഞാൻ എന്റെ ജീവിതം കർത്താവിന് കൊടുത്തു, എന്റെ ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു. യഹോവയിൽ ആശ്രയിക്കും പുഷ്ടി പ്രാപിക്കുന്നു. കർത്താവേ, അങ്ങ് വചനത്തിൽ പറയുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ ആ വചനം ഏറ്റെടുക്കുന്നു പറഞ്ഞ് അദ്ദേഹം വചനത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നാളുകൾ കഴിയും മുമ്പേ അദ്ദേഹത്തെ ദൈവം നല്ലൊരു കടയുടമയാക്കി മാറ്റി, നല്ലൊരു വ്യാപാരിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങി, അനുഗ്രഹങ്ങൾ പെരുകാൻ തുടങ്ങി. അദ്ദേഹം തന്റെ കട കയറി ചെല്ലുമ്പോൾ എല്ലാവരും വായിക്കത്തക്ക പോലെ എഴുതി വെച്ചു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. അതെ, ചിലർ അനുഭവങ്ങളാകട്ടെ, ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ഹല്ലേലൂയ. അതെ, ആ മനുഷ്യനെ, ആ പാവപ്പെട്ട മനുഷ്യനെ ദൈവം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യൻ കർത്താവ് യഹോവയുടെ ആലയത്തിൽ നടുതലയായി മാറി. യഹോവയുടെ ആലയത്തിൽ നടുതലെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ തലയ്ക്കും. ആ മനുഷ്യൻ ദൈവാലയത്തിന് കൊള്ളാവുന്നതിനായി മാറി, ദൈവിക ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നതിനായി മാറി. അവന്റെ കുടുംബം ദൈവത്തെ എറിഞ്ഞു, അവന്റെ മക്കൾ ദൈവത്തെ എറിഞ്ഞു, അവന്റെ ഭാര്യ മക്കൾ ദൈവത്തെ എറിഞ്ഞു, അവന്റെ മാതാപിതാക്കൾ ദൈവത്തെ എറിഞ്ഞു. അവനെ നിന്ദിച്ചവരും പരിഹസിച്ചവരും എല്ലാം ചോദിച്ചു, എടാ, നിനക്ക് എങ്ങനെയാണ് ഈ അഭിവൃദ്ധി ഉണ്ടായത്, എങ്ങനെയാണ് പുഷ്ടി പ്രാപിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞു, യഹോവയിൽ ആശ്രയിച്ചപ്പോൾ, യഹോവയിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം എന്റെ സ്ഥിതികൾക്ക് മാറ്റം തന്നു. മനുഷ്യൻ പറഞ്ഞതേ, നിന്റെ സ്ഥിതിക്കും ദൈവം മാറ്റം തരാൻ പോകുക, നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോകുക. ഹല്ലേലൂയ. വിശ്വാസികൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അഭിവൃദ്ധിയുടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ 92:12 അതാണ് രേഖപ്പെടുത്തി വെച്ചത്. ഹല്ലേലൂയ. അഭിവൃദ്ധിയുടെ മറ്റൊരു വഴിയെ കുറിച്ചാണ് സങ്കീർത്തനം 92:12 രേഖപ്പെടുത്തി വെച്ച്, നീതിമാൻ അല്ലെങ്കിൽ പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവം നിനക്ക് ഹല്ലേലൂയ അഭിവൃദ്ധിയെ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സ്തോത്രം ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, വരണ്ട കാലഘട്ടത്തിൽ പോലും പരമരം ഫലം നൽകിക്കൊണ്ടിരിക്കും.
വരണ്ട കാലാവസ്ഥയിലും മരുഭൂമിയിലും ചൂടേറിയ അനുഭവത്തിലും മണലാരണ്യ നിൽക്കുന്ന മരുഭൂമി നിൽക്കുന്ന ഈന്തപ്പന എന്ത് ചെയ്യും? ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അല്ലേ, ഈ മരം അത്ര എളുപ്പം അല്ലയോ നശിച്ചു പോകില്ല. നിങ്ങൾ പന പോലെ തഴയ്ക്കണമെങ്കിൽ നിങ്ങൾ അല്ലൊരിയ നീതിമാനായിരിക്കണം. അല്ലേരിയ, നിങ്ങൾ പന പോലെ തഴയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീതിമാനായി മാറണം. അകൃത്യങ്ങൾ, പാപങ്ങൾ, തെറ്റുകൾ എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി മകളായി നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ യഹോവയുടെ നടുതലയായി മാറുമ്പോൾ ദൈവം നിന്നെ ആമേലിയ ശക്തമായി മാനിക്കും. അവരുടെ വചനം പറയുന്നത് സ്തോത്രം. അപ്പൊ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് സ്തോത്ര സദൃശവാക്യം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്തോത്രം. നല്ലൊരു അഭിവൃദ്ധി പ്രാപിക്കാനുള്ള വഴികളെ കുറിച്ച് സദൃശവാക്യം 11-ന്റെ 25 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കാണാൻ കഴിയും. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഔദാര്യ മാനസൻ, മറ്റുള്ളവരെ തണുപ്പിക്കുന്നവൻ, അവർ പുഷ്ടി പ്രാപിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മുമ്പിൽ കടന്നു വരുന്നവരെ, ആശ്രയത്തിന് വേണ്ടി കടന്നു വരുന്നവരെ, നീ അവരെ സഹായിക്കുന്നെങ്കിൽ, അവരെ നീ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, അല്ലേലൂയ, നീ ഔദാര്യം കാണിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നീ പുഷ്ടി പ്രാപിക്കും. മറ്റുള്ളവനെ തണുപ്പിക്കുക, അവരുടെ സങ്കടങ്ങളിൽ നീ പങ്കാളിയെത്തിയെന്നെങ്കിൽ നീ പുഷ്ടി പ്രാപിക്കും. ദൈവത്തിനും പറയുന്നത്. അപ്പൊ ഇവിടെ കർത്താവിന് നൽകുന്നത് ഒരു സാധുക്കളെ സഹായിക്കുന്ന മനസ്സിലും ഔദാര്യമുള്ളവനായിരുന്നാൽ തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് 100 മടങ്ങ് തരും. കോരിയ കിണറ്റിൽ മാത്രമേ ഉറവയുണ്ടാകത്തുള്ളൂ. പൊട്ടക്കിണറ്റിൽ ഉറവയുണ്ടാകത്തില്ല. നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കോരുംതോറും ഉറവകൾ വരുന്നത് പോലെ നിങ്ങൾ കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കൊടുക്കും തോറും നന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, തീർച്ചയായും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? നല്ലൊരു സ്തോത്രം, നല്ലൊരിയ 92-ാം സങ്കീർത്തനം, നല്ലൊരിയ 12-13 വാക്യങ്ങളാണ്. നീതിമാൻ പനപോലെ തഴയ്ക്കും, ലബാനൊരു ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിന് നടുതലയായവർ നമ്മുടെ ദൈവത്തിന് പ്രാകാൻ തഴയ്ക്കും. വാർദ്ധക്യരോ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. അതെ, ഇന്ന് പകൽ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരാവുക. ആരെങ്കിലും ഇന്ന് പകൽ വചനം കേട്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കർത്താവിന്റെ ആലയത്തിൽ നിന്നും നടുതലെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, നീതിമാനായി നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ സ്ഥിതികളെല്ലാം ദൈവം മാറ്റാൻ പോകുക. കണ്ണു നടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കട്ടെ. കേരളത്തിൽ ഭാരതത്തിൽ രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തിലും അശമ യാചകർ, ഓർഫനേജ്, ഓട്ടം, ജുവ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ, വിവിധ മേഖലക്കാരുടെ ജനത്തെ ഓർത്ത് പ്രാപ്തി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP, പല്ലുരിയ എല്ലാ സൈന്യത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രമസമാധാന വാരയുടെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാംശങ്ങളുടെ പോലീസിന്റെ വിവിധ സെഷൻ, ജുഡീഷ്യറിന്റെ ഭാഗങ്ങളെ, കരയിലും കടലും ആകാശമാർഗം വാഹനം യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മാണ സെയിൽസ് ചെയ്യുന്നവർക്കായി, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്, മോട്ടോറിംഗ്, യൂണിയൻ രംഗത്ത് ആമിരിക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനെ കൊണ്ട് പ്രാർത്ഥിക്കും. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയിലായിരിക്കും എല്ലാ സൈറ്റിസ്റ്റ് ഏജന്റുമാരെ ഒക്കെ ഓർക്കുന്നു. കടലോര തീരവാസ മത്സരത്തിനെ കടന്നുപോയിരിക്കുന്നവർ, ചെറുതും വലുതും എല്ലാ വ്യാപാരികൾ, വ്യവസായ കനികളിൽ, കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്രം, മാധ്യമ, മീഡിയ രംഗം, സയൻറ്റിസ്റ്റ് ആയിരിക്കുന്നവർക്കായി പരദൂഷ പാർട്ടികളോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്താവ് ദാരിദ്ര്യം, കഷ്ടതയും പോരാട്ടത്തിൽ കടന്നുപോകും. മഹാവ്യാധിയിൽ കടന്നവർ, കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, ചെത്തി നടപടി നേടുന്ന വിദേശത്ത് കടന്നുപോയി ജോലിയില്ലാതെ വിസ കിട്ടാതെ ഭാരം, ജോലി നഷ്ടപ്പെട്ട വേണ്ടത്തോട് ഉയർച്ചയില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവ് ഇന്ന് പകൽ ഒരിക്കലും വിദേശ രാജ്യത്തിൽ കടന്ന് പീഡ അനുഭവിക്കാൻ രോഗികളെ, മദ്യത്തിൽ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. വർഗീയത അകപ്പെട്ട് കിടക്കുന്നവർ, സകല കർത്താവ് അസമാർഗ ജീവിക്കുന്നവർ മടങ്ങി വന്ന് മാനസാന്തരുടെ ദൈവത്തിന്റെ ആക്കോടെ നടുതലയായി ജനവേൽപ്പിച്ചു കൊടുത്ത ജനത്തിനും മാനസാന്തരവും പ്രാർത്ഥിക്കുന്നു. കാർഷിക മേഖലയ്ക്ക്, ക്ഷീരമേഖലയ്ക്കായി, വ്യവസായ മേഖല, കച്ചവടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ജനം മദ്യത്തിനും മയക്കും
ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, കുടുംബങ്ങൾ, തലമുറകൾ ഈ ദിവസം പിടിക്കപ്പെടട്ടെ. കർത്താവ് ജനം ദൈവത്തോട് ചേർന്ന് വസിക്കും. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഇന്ന് പകൽ ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളും മാറി നീതിമാൻ പന പോലെ തഴയ്ക്കും. യബാനൊരു ദേവദാരു പോലെ വളരും. ആ അനുഭവത്തിലേക്ക് ഈ ജനത്തെ കൊണ്ടുവരുവാൻ ദൈവ ഭയമുള്ളവരായി ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിലേക്ക് ഈ ജനത്തെ നടത്താനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സകലത്തിലും അങ്ങനെ നീതി വെളിപ്പെടും. ഇന്ന് പകൽ കടങ്ങൾ മാറിപ്പോകട്ടെ, ബാധകൾ മാറിപ്പോട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, അന്ധകാരമായി ഇരുളും മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ. തലമുറയെ നശിപ്പിക്കുന്ന എല്ലാ അസന്മാർഗിൽ നിന്നും ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവോട് ചേർന്ന് വസിപ്പാൻ ദൈവം കൃപ കൊടുക്കണമേ. ദുഷ്ടൻ ഭാവിയോട് നടന്ന പരിഹാസിരിക്കുന്ന പോലെ ഇരിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ച് പുഷ്ടി പ്രാപിപ്പാൻ ഈ ജനത്തെ ഒരുക്കണം. മക്കൾ വാർത്തകൾ ഫലക്കായ്ക്ക് ദൈവ ജനത്തെ ഒരുക്കണമേ. സകല ജനത്തെ ഒരുക്കണം, സകല മുഖത്തും എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.